ഹലോ, ഞാൻ നാടകക്കാരനാണ്. ഇന്ന് ഒരു വിശേഷമുണ്ട്. രാവിലെ മുതൽ സിനിമാക്കാരെ കൂടിയാണ്. രാവിലെ മുതൽ സിനിമാക്കാർക്ക് വേണ്ടി ലൊക്കേഷൻ അറിയുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ കോഴിക്കോട് ചേവായൂരിലുള്ള കിറ്റാർസിൻ്റെ ദേശീയ ഗോത്ര മേളയുടെ സ്ഥലത്താണ് നിൽക്കുന്നത്. നിറതിങ്കൾ. എന്തായാലും പലതരത്തിലുള്ള വംശീയ വിവരങ്ങൾ, അതേപോലെ തന്നെ ഗോത്ര സംസ്കാരങ്ങളെക്കുറിച്ച്, ഭക്ഷണ രീതികളെക്കുറിച്ച് എന്തൊക്കെയോ ഒരുപാട് സംഗതികൾ ഇതിനകത്തുണ്ട്. നമുക്കൊന്ന് ചെന്ന് നോക്കിയാലോ. ഇപ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കും നാടകക്കാരൻ എന്താണ് ഇവിടെ കാര്യം. ശരിയായി നാടകക്കാരൻ എന്ന് പറയുന്നത് നാടിനെ അറിയുന്നവൻ, നാട്ടറിവിനെ അറിയുന്നവൻ എന്നാണ് നാടകക്കാരൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും നാടകക്കാരൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തായാലും ഒന്ന് ചെന്ന് നോക്കിയാലോ. നാടകക്കാരൻ ഇന്ന് എത്തിയിരിക്കുന്നത് കിറ്റാർസിൻ്റെ ഗോത്രമേളയിലാണ്. ഏതായാലും ഗോത്രമേളയുടെ കിറ്റാർസിൻ്റെ ഡയറക്ടർ ചോദിച്ചു നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് കിറ്റാർസിൻ്റെ ഗോത്രമേളയിൽ ഉള്ളത്. ഇത് ദേശീയ ഗോത്രമേളയാണ്. ജനജാതി ഗൗരവ ദിവസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മേള സംഘടിപ്പിക്കുന്നത്. ഇതിൽ നമുക്ക് നിറത്തിങ്കാണ് ഇതിൻ്റെ പേര്. ട്രൈബൽ ലാംഗ്വേജിൽ ചൊടനായക്കൻ പറഞ്ഞ കമ്മ്യൂണിറ്റിയുടെ പേരാണ്. അതിൻ്റെ പൂർണ്ണചന്ദ്രനാണ് നിറത്തിങ്കൾ എന്നുള്ള ഈ ഗോത്രമേളയുടെ പേര്. ഈ വർഷം നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിലുള്ള ആളുകളെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ രീതിയിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ വർഷം നിറതിങ്കയിൽ എന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള, അതായത് ഓരോന്നും വളരെ വ്യത്യസ്ത, തലവേദന, ശരീരവേദന, ഇതൊക്കെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള നമ്മുടെ അംഗീകരിച്ചിട്ടുള്ള നമ്മളിതായിട്ടുള്ള കേരളത്തിനകത്തും പുറത്തും വ്യാപകമായി ചികിത്സ ചെയ്യുന്ന കിറ്റാർസിന്റെ ഗോത്രമേളയിൽ കൈപ്പുണ്യമുള്ള വൈദ്യന്മാരാണ്. എന്തായാലും ചോദിച്ചു നോക്കാം. വിശ്വാസചികിത്സ, വിഷചികിത്സയുണ്ട്. ഞാൻ ഈ മർമ്മ ചികിത്സ പ്രധാനം. പിന്നെ ഈ വാതരോഗങ്ങൾ വലിയൊരു അട്രാക്ഷനാണ്. ഏതായാലും നമുക്കത് ചെന്ന് നോക്കാം. വാതരോഗങ്ങൾക്കൊക്കെയുള്ള സ്റ്റീം ബാത്തിട്ട് ഓരോ രോഗങ്ങൾക്കനുസരിച്ചുള്ള മരുന്ന് നമ്മൾ കലത്തിലിട്ട് തിളപ്പിച്ച് അത് നമ്മൾ ഒരു പൈപ്പ് വഴി വന്നിട്ട് ഇതിലേക്ക് ഈ ക്യാബിൽ നിറയ്ക്കുകയാണ്. നമ്മൾ ആയുർവേദത്തിലെ പോലെ കഴുത്ത് മാത്രമല്ല, നമുക്കത് ഉച്ഛ്വാസം വേണം. ഉച്ഛ്വാസത്തിലൂടെ നമ്മളെ ബ്ലഡിൽ ചെല്ലുക, അത് ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിരവധി അസ്വസ്ഥതകളുള്ള, അതായത് അലർജി രോഗങ്ങളോ ചുമ, ശ്വാസം മുട്ടുള്ള ആളുകൾക്കൊക്കെ, ഇതിന് പിന്നെ മഞ്ഞപ്പിത്തം വരുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിലും ഈ ഒരു മരുന്ന് നമ്മൾ അത് ഏത് രോഗമുണ്ടോ ആ രോഗത്തിനനുസരിച്ച് മരുന്ന് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ക്യാബിൽ നിറച്ചിട്ടു. ഇതുപോലെ കിറ്റാർസിൻ്റെ ഗോത്രമേള വളരെ വിപുലമായിട്ടല്ലേ ഈ വർഷം വരുന്നത്. എന്തെല്ലാം സംഗതികളാണ്? നമുക്ക് ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. നമ്മൾക്ക് ഇത് നിറത്തിങ്ക എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ആദ്യം തന്നെ നമുക്ക് ഗോത്ര ചിത്രങ്ങളുടെ ഒരു ഇതുണ്ട്, നിറബരയെന്ന് പറഞ്ഞിട്ട്. പരമ്പരാഗത മിക്കവാറും എല്ലാ ഗോത്രങ്ങൾക്കും, കേരള ഗോത്രങ്ങൾക്കും ഉണ്ടായിരുന്നു അവരുടേതായ രചനാ സങ്കേതങ്ങളുണ്ട്. ഓക്കെ, ഇവരെന്താണ് ചെയ്യുന്നത് മാഡം? ഇവര് പാരമ്പര്യമായി ബോഡിയിൽ അലങ്കരിച്ചിരുന്ന ടാറ്റു, അതായത് പച്ചകുത്ത്, അതായത് ഇവരുടെ കയ്യിലുള്ള ഇവിടെ ഉണ്ട്, പിന്നെ കാലിലുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇവര് വളരെ റിച്വലായിട്ട് ഇവരുടെ ജീവിത സാഹചര്യങ്ങളിൽ 18-ന് മുമ്പേ എല്ലാ സ്ത്രീകളും പച്ചകുത്തിരിക്കും ഓരോ ശരീരഭാഗത്തും ഇന്ന ഏജില്. പച്ചകുത്തിരിക്കുന്നുണ്ട്. കാരണം ഇവരിത് അവരെ ഗോത്രത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ടാറ്റു പലപ്പോഴും നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഗതിയായിട്ടാണെന്ന് വിചാരിക്കുന്നത്. എന്നിട്ട് വർഷങ്ങൾക്ക് മുമ്പേ ഇവരത് അവരുടെ ജീവിത രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഗോത്രമേളയിലെ വളരെ വളരെ വിശേഷപ്പെട്ട ഒരു സ്റ്റാളാണ് വർളി ആർട്ട് എന്ന് പറയുന്നത്. വർളി സമൂഹം നേരിട്ട് ചെയ്യുന്ന ഇത് പശുവിൻ്റെ, അതായത് ചാണകം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത് അതാണ് വരുന്നത്. പിന്നെ ആ വൈറ്റ് ഫോം എന്താണ്? വൈറ്റ് അരിപ്പൊടി വെള്ളം മിക്സ് ചെയ്തിട്ടുള്ള ഒരു വളരെ മനോഹരമായിട്ടുള്ള ഫോമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നേരിട്ട് ഡയറക്റ്റായിട്ട് ഈ ഫോം നമുക്ക് ഇവിടെ വന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ വലിയ ചോലനായകന്മാരുടെ, നീലഗിരി ബയോസ്ഫിയർ റിസർച്ചിൽ പെടുന്ന ചോലനായകന്മാരുടെ പലതരത്തിലുള്ള പ്രൊഡക്റ്റാണ് ഇട്ടത്. അത് തൊടുത്തതിന് ഞങ്ങളെ കാട്ടിലാകുമ്പോൾ മരത്തിന്റെ പൊത്തിലാണ്. അതിൽ വെള്ളം എന്ത് കടക്കൂല, ഉള്ളിലായതുകൊണ്ട് വെള്ളം ഇറങ്ങാൻ സാധ്യതയില്ല. ഇതാണ് ഇവരുടെ ചോലനായകന്മാരുടെ ഞൊടുക എന്ന് പറഞ്ഞ സംഗതി. ഉഗ്രൻ സംഗതിയാണ് ഇത്. അവരുടെ ഈച്ച കുത്തിയിട്ട് അതിനെ കാര്യമാക്കാതെ നമുക്ക് കൊണ്ടുതരുന്നൊരു സംഗതിയാണ്. അത് ഓർക്കണേ.
ഇത് തമിഴ്നാട്, യെസ്, തമിഴ്നാട് നിന്നുള്ള നീലഗിരി എന്നാണ് വരുന്നത്. ഇതെല്ലാം ഈ വർക്ക് മുഴുവൻ ഹാൻഡ് മെയ്ഡ് ഫുള്ളി ഹാൻഡ് മെയ്ഡ്. ഈ ആര് ഇവർ തന്നെ? ഇവരെല്ലാം ഹാൻഡ് മെയ്ഡ് പണം. ലേഡീസ് ആണ് എല്ലാം ഹാൻഡ് മെയ്ഡ് പണം. ഹാൻഡ് മെയ്ഡിലാണ്. ഇത് കണ്ടാൽ വിചാരിക്കും വളരെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ്. இந்த டிசைன் ஃபுல்லாமே நேச்சர் ஓரியன்டட் டிசைன்ஸ் எல்லாம். നേച്ചർ ഓറിയന്റഡ് ആയിട്ട് மூன், சன்லைட், ரிவர், மவுண்டனிஸ், ஓகே, and the birds உடைய ஸ்டைல்ஸ் ஃபுல்லி டிசைன்ஸ் எல்லாமே மவுண்டனிஸ் டிசைன்ஸ். ഓക്കെ, இந்த ஃபுல் டிசைன்ஸ் எல்லாமே. എന്തായാലും വേറെടുത്ത് കാണാത്ത വളരെ വെറൈറ്റി ആയിട്ടുള്ള സംഗതിയാണ് ഈ മേളയുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഏതായാലും ഈ വെക്കേഷനിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫാമിലി ആയിട്ടുമൊക്കെ തന്നെ കുട്ടികളായിട്ടൊക്കെ വന്ന് നല്ല ഭക്ഷണം കഴിക്കാം, അതുപോലെ തന്നെ ചിത്രകലകളെ പറ്റി പഠിക്കാം, നാട്ടുവൈദ്യത്തെക്കുറിച്ച് നാട്ടുമരുന്നുകളെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാനുള്ള ഒരു വലിയ മേളയാണ് ഗോത്രമേള എന്ന ദേശീയ ഗോത്രമേള. എന്തായാലും നിങ്ങളോടൊപ്പം ഈ നാടകക്കാരനുണ്ടാവും പുതിയ പുതിയ വീഡിയോകളായിട്ട്. സോ പ്ലീസ് സബ്സ്ക്രൈബ് ഓർ വെയിറ്റ് ഫോർ നെക്സ്റ്റ് വീഡിയോ. Goodbye.